രാജ്യതലസ്ഥാനത്തു നിന്നുള്ള ഞെട്ടിക്കുന്നൊരു വാർത്തയിലേക്കാണിനി. നവജാത ശിശുക്കളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന റാക്കറ്റുകൾ ഡൽഹിയിൽ സജീവം. CBI നടത്തിയ റെയ്ഡിൽ 3 ശിശുക്കളെ രക്ഷപ്പെടുത്തി. സംഭവത്തിൽ സ്ത്രീകളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തു. പാവപ്പെട്ട മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുങ്ങളെ വാങ്ങി 4 മുതൽ 6 ലക്ഷം രൂപ വരെയും വിലയ്ക്കായിരുന്നു ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. വൻ മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. നവജാത ശിശുക്കളെ വിൽക്കുന്നതിനെക്കുറിച്ച് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡൽഹിയിലും ഹരിയാനയിലുമായി CBI റെയ്ഡ് നടത്തിയത്. ഡൽഹി കേശവപുരത്തെ വീട്ടിൽ നിന്ന് 3 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരടക്കം 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഹരിയാന സ്വദേശി നീരജ്, ഡൽഹി സ്വദേശികളായ ഇന്ദു പവാർ, അസ്ലം, പൂജ കാശ്യപ്, ഋതു, അഞ്ജലി, കവിത എന്നിവരാണ് അറസ്റ്റിലായത്. 5 ലക്ഷം രൂപയും മറ്റു രേഖകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. മാതാപിതാക്കളിൽ നിന്നും വാടക അമ്മമാരിൽ നിന്നും കുഞ്ഞുങ്ങളെ വാങ്ങിയ ശേഷം 4 മുതൽ 6 ലക്ഷം രൂപ വരെ വിലയ്ക്ക് വിൽക്കുന്നതായിരുന്നു സംഘത്തിന്റെ രീതി. ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി കുട്ടികളില്ലാത്ത ദമ്പതിമാരെ കബളിപ്പിച്ചതിലും പ്രതികൾക്ക് പങ്കുള്ളതായി CBI പറയുന്നു. കുട്ടികളെ വിറ്റ സ്ത്രീയും വാങ്ങിയവരും ഉൾപ്പെടെയുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യും. 1 മാസത്തിനകം 10ഓളം കുട്ടികളെ സംഘം വിൽപ്പന നടത്തിയെന്നാണ് സൂചന. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് സംഘം ആളുകളെ കണ്ടെത്തിയിരുന്നത്. വൻ മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി.